Good morning to all of you. Today we are going to talk about basic concepts related to customs. Contiguous zone of India. The contiguous zone of India is an area beyond and adjacent to the territorial waters, and the limit of the contiguous zone is the line every point of which is at a distance of 24 nautical miles from the nearest point of the baseline referred in the Act. Territorial waters of India extend to 12 nautical miles into sea from the appropriate baseline. കടലിൻ്റെ ബേസ് ലൈനിൽ നിന്നും 12 നോട്ടിക്കൽ മൈൽസ് ദൂരപരിധിയിൽ വരുന്നതാണ് ടെറിട്ടോറിയൽ വാട്ടേഴ്സ് ഓഫ് ഇന്ത്യ എന്ന് പറയുക. ആ ടെറിട്ടോറിയൽ വാട്ടേഴ്സ് ഓഫ് ഇന്ത്യയുടെ പരിധിയോട് ചേർന്ന് അതിനെ തുടർന്ന് ഉള്ള കടലിൻ്റെ ഒരു 12 നോട്ടിക്കൽ മൈൽസും കൂടെ കൂടിച്ചേർന്നുള്ള ദൂരപരിധിയാണ് കോണ്ടിഗ്വസ് സോൺ ഓഫ് ഇന്ത്യ എന്ന് പറയുക. എന്ന് പറയുമ്പോൾ ഇന്ത്യയുടെ കടൽ തീരത്ത് നിന്നും, അതായത് അതിൻ്റെ ബേസ് ലൈനിൽ നിന്നും 24 കിലോമീറ്റർ നോട്ടിക്കൽ മൈൽസ് ദൂരപരിധിയെയാണ് കോണ്ടിഗ്വസ് സോൺ ഓഫ് ഇന്ത്യ എന്ന് പറയുക. ഇത് ഈ ടെറിട്ടോറിയൽ വാട്ടേഴ്സ് ഓഫ് ഇന്ത്യയോട് ചേർന്ന് ആരംഭിക്കുന്ന കടലിൻ്റെ ദൂരപരിധിയുമാണ്. The central government may exercise the necessary powers and take steps in or in relation to the contiguous zone as it may consider necessary with respect to the security of India and immigration, sanitation, customs and other physical matters. അതായത് നമ്മൾ ഇൻ്റർനാഷണൽ ബിസിനസ് നടത്തുമ്പോൾ, എക്സ്പോർട്ട് ഇമ്പോർട്ട് മുതലായവ നടത്തുമ്പോൾ അത് കൂടുതലും കടൽ മാർഗമാണ്. അപ്പോൾ ഒരു രാജ്യത്തിൻ്റെ കടലിൻ്റെ അതിർത്തിയെയാണ്, ദൂരപരിധിയെയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുക. അപ്പോൾ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം അതിൻ്റെ കടലിൻ്റെ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട് എവിടെ വരെ അതിൻ്റെ സുരക്ഷിത വലയത്തിൽ കൊണ്ടുവരേണ്ടതാണ്, അതുപോലെ തന്നെ ഏത് പരിധിക്കുള്ളിലേക്ക് പ്രവേശിക്കുമ്പോഴാണ് ഇമിഗ്രേഷൻ, കസ്റ്റംസ്, മറ്റ് ഫിസിക്കൽ മാറ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് ആ രാജ്യത്തിന് ഉത്തരവാദിത്തമുണ്ടാവുക തുടങ്ങിയ കാര്യങ്ങൾ നിർണ്ണയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പറയപ്പെടുന്ന കോണ്ടിഗ്വസ് സോൺ ഓഫ് ഇന്ത്യ നിർവചിച്ചിരിക്കുന്നത്. ഡൊമസ്റ്റിക് ടാരിഫ് ഏരിയ ഓർ ഡൊമസ്റ്റിക് ടാരിഫ് സോൺ. ഇന്ത്യയുടെ ആഭ്യന്തര പരിധിക്കുള്ളിൽ വരുന്നതും എന്നാൽ പ്രത്യേക
സോണിന് പുറമേയുള്ളതുമായിട്ടുള്ള നികുതി ചുമത്തപ്പെടേണ്ടതായിട്ടുള്ള ഏരിയയുടെ പരിധിയിൽ വരുന്നതാണ് ഡൊമസ്റ്റിക് ടാരിഫ് ഏരിയ എന്ന് പറയുക. അതുപോലെ തന്നെ ഇന്ത്യയുടെ കസ്റ്റംസ് ബോണ്ടഡ് ഏരിയയുടെ അധികാര പരിധിക്കുള്ളിൽ വരാത്ത ഏരിയയും ഡൊമസ്റ്റിക് ടാരിഫ് ഏരിയ എന്ന് അറിയപ്പെടുന്നു. DTA or Domestic Tariff Zone means an area within India that is outside the Special Economic Zones and Export-Oriented Unit Scheme, Electronic Hardware Technology Park Scheme, Software Technology Park Scheme and Biotechnology Park. Any area which is not under the jurisdiction of a custom bonded area is called a domestic tariff area. Deemed export. Deemed exports means those transactions in which the goods supplied do not go away the country and the payment for such supplies is received either in Indian rupees or in free foreign exchange. A country's decision to allow its currency value to change freely is called free foreign exchange. അതായത് ഒരു രാജ്യം ചില ഗുഡ്സ് എക്സ്പോർട്ടിനായി സപ്ലൈ ചെയ്യുകയും എന്നാൽ അത് രാജ്യത്തിൽ നിന്നും പുറത്തേക്ക് പോകാതിരിക്കുകയും അതിൻ്റെ വാല്യൂ ഇന്ത്യൻ റുപ്പിയിലോ ഫ്രീ ഫോറിൻ എക്സ്ചേഞ്ചിൻ്റെ രൂപത്തിലോ സ്വീകരിക്കുന്നതിനെയുമാണ് ഡീംഡ് എക്സ്പോർട്ട് എന്ന് പറയുക. ഇങ്ങനെ ഡീംഡ് എക്സ്പോർട്ടിൻ്റെ പരിധിയിൽ വരുന്ന ചില ഗുഡ്സിൻ്റെ സപ്ലൈയാണ് തുടർന്ന് കാണുക. ഇത് ചില പ്രത്യേക സ്കീമുകൾക്ക് വേണ്ടിയിട്ട് ഗുഡ്സ് എക്സ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ വരുന്ന സംവിധാനങ്ങളാണ്. ഡീംഡ് എക്സ്പോർട്ടായിട്ട് പരിഗണിക്കപ്പെടാവുന്ന ഏതാനും ചില സാഹചര്യങ്ങളാണ് തുടർന്ന് പറയുക. ഡ്യൂട്ടി എക്സംഷൻ ഓർ റിമിഷൻ സ്കീമിൻ്റെ പരിധിയിൽ വരുന്ന ആനുവൽ ഡ്യൂട്ടി ഫ്രീ റിപ്ലനിഷ്മെൻറ്റ് സർട്ടിഫിക്കറ്റിൻ്റെ സെക്യൂരിറ്റിയുടെ അടിസ്ഥാനത്തിൽ ഗുഡ്സ് സപ്ലൈ ചെയ്യുന്നത്. 2, ചില പ്രത്യേക സോൺസിനായി ഗുഡ്സ് സപ്ലൈ ചെയ്യുന്നത്. ഉദാഹരണത്തിന് എക്സ്പോർട്ട് ഓറിയൻറ്റഡ് യൂണിറ്റിന്, സോഫ്റ്റ്വെയർ ടെക്നോളജി പാർക്കിന്, ഇലക്ട്രോണിക്സ് ഹാർഡ്വെയർ ടെക്നോളജി പാർക്കിന്, ബയോടെക്നോളജി പാർക്കിന്. ഇവയ്ക്കായി ഒരു രാജ്യത്തു നിന്നും എക്സ്പോർട്ട് ചെയ്യപ്പെടുന്ന ഗുഡ്സും ഡീംഡ് എക്സ്പോർട്ടാണ്. അതുപോലെ തന്നെ
ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് എക്കണോമിക് അഫയേഴ്സിൻ്റെയോ മിനിസ്ട്രി ഓഫ് ഫിനാൻസിൻ്റെയോ ഒക്കെ അധികാരപരിധിയിൽ വരുന്ന ചില ബൈലാറ്ററൽ മൾട്ടിലാറ്ററൽ ഏജൻസികൾ ഫിനാൻസ് ചെയ്യപ്പെടുന്ന പ്രോജക്റ്റുകൾക്ക് ഗുഡ്സ് നൽകുന്നതും ഡീംഡ് എക്സ്പോർട്ടിൻ്റെ പരിധിയിൽ വരുന്നതാണ്. ഇങ്ങനെയുള്ള പ്രോജക്റ്റുകൾക്ക് ഗുഡ്സ് നൽകുന്നു. ആ ഗുഡ്സ് കസ്റ്റംസ് ഡ്യൂട്ടിയുടെ പരിധിയിൽ വരാത്തതുമാണ്. %% എക്സ്പോർട്ട് ഓറിയൻറ്റഡ് യൂണിറ്റിൻ്റെ പരിധിയിലുള്ള മറൈൻ ഫ്രൈറ്റ് കണ്ടെയ്നേഴ്സിലുള്ള ഗുഡ്സും ഡീംഡ് എക്സ്പോർട്ടായിട്ട് പരിഗണിക്കപ്പെടുന്നതാണ്. എന്നാൽ ഈ കണ്ടെയ്നേഴ്സ് 6 മന്ത്സിനുള്ളിൽ ഇന്ത്യക്ക് പുറത്തേക്ക് എക്സ്പോർട്ട് ചെയ്യപ്പെടേണ്ടതും അഥവാ കസ്റ്റംസ് അതോറിറ്റി വീണ്ടും അതിൻ്റെ കാലാവധി നീട്ടി നൽകേണ്ടതുമാണ്. മറൈൻ ഫ്രൈറ്റ് കണ്ടെയ്നേഴ്സ് ബൈ 100% EOU provided the said containers are exported out of India within 6 months or such further period as permitted by the customs authority. അതുപോലെ തന്നെ യുണൈറ്റഡ് നേഷൻസ് ഏജൻസീസ് ഫണ്ട് ചെയ്തിട്ടുള്ള പ്രോജക്റ്റുകൾക്കുള്ള ഗുഡ്സിൻ്റെ എക്സ്പോർട്ടും ഡീംഡ് എക്സ്പോർട്ടിൻ്റെ പരിധിയിൽ വരുന്നതാണ്. ടു പ്രോജക്ട്സ് ഫണ്ടഡ് ബൈ യുണൈറ്റഡ് നേഷൻസ് ഏജൻസീസ്. അതുപോലെ തന്നെ രാജ്യാന്തര തലങ്ങളിലുള്ള കോമ്പറ്റീറ്റീവായിട്ടുള്ള ന്യൂക്ലിയർ പവർ പ്രോജക്റ്റിലേക്കുള്ള ഗുഡ്സിൻ്റെ സപ്ലൈയും ഡീംഡ് എക്സ്പോർട്ടാണ്. ടു ന്യൂക്ലിയർ power projects through competitive bidding as opposed to international competitive bidding. എക്സ്ക്ലൂസീവ് ഇക്കണോമിക് സോൺ ആൻഡ് ഹൈ സീ. അതായത് ഒരു രാജ്യത്തിൻ്റെ കടലിൻ്റെ അധികാര പരിധിയെ, അതിൻ്റെ കടലിൻ്റെ റിസോഴ്സസ് ഏത് പരിധി വരെയുള്ളത് ആ രാജ്യത്തിന് നിയമപരമായിട്ട് സംരക്ഷിക്കാം എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള യുണൈറ്റഡ് നേഷൻസിൻ്റെ ലോ ഓഫ് ദി സീയുടെ അടിസ്ഥാനത്തിൽ നിർണയിക്കപ്പെടുന്ന ഒരു ഏരിയയാണ് ഇവിടെ പരാമർശിക്കപ്പെടുക. അത് ഓരോ രാജ്യത്തിൻ്റെയും ഭൂഖണ്ഡ പരിധിയുടെ അടിസ്ഥാനത്തിൽ ആ രാജ്യത്തിൻ്റെ കടൽ തീരത്ത് നിന്ന് അഥവാ ബേസ് ലൈനിൽ നിന്നും 200 നോട്ടിക്കൽ മൈൽസ് വരെയുള്ള അധികാര പരിധി, അല്ലെങ്കിൽ 370 കിലോമീറ്റർ ദൂരപരിധി ഹൈ സീ അഥവാ എക്സ്ക്ലൂസീവ് ഇക്കണോമിക് സോണായിട്ടാണ് പരിഗണിക്കുക. നിയമപരമായി ഒരു രാജ്യത്തിന് കടലിൻ്റെ അത്രയും ദൂരപരിധി സംരക്ഷിക്കാവുന്നതാണ്. An exclusive economic zone (EEZ) is a concept adopted at the Third United Nations Conference on the Law of the Sea 1982, whereby a coastal state assumes jurisdiction over the exploration and exploitation of marine resources in its adjacent section of the continental shelf, taken to be a band extending 200 nautical miles from the shore baseline. EEZ comprises an area which extends either from the coast or in federal systems from the seaward
boundaries of the constituent states 3 to 12 nautical miles in most cases to 200 nautical miles of the coast.